Cake Gallery Focus. This program is sponsored by Happy Land Amusement Park, Thiruvananthapuram. Powered by Fatima Hypermarket, Supermarket, Department Stores. in association with Avatar Golden Diamonds. പരിശുദ്ധം നിങ്ങളുടെ സ്നേഹം പോലെ. Al Shifa Al Khaliji Medical Center, Clock Tower, Dera, Dubai. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. Cake Gallery, Airport Road, Abu Dhabi. Sweet and Cake Gallery, Ajman, UAE. Dr. Sunny Healthcare Group, Sharjah, UAE. Panur Restaurant, Ajman, Qusais, Al Nada, Sharjah. Taha Medical Center, Passport Road, Abu Dhabi. അവനവരിൽ വിശ്വാസം അർപ്പിക്കാത്തടത്തോളം കാലം ദൈവത്തിൽ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ശ്രീ വിവേകാനന്ദന്റെ മഹത്തായ ഈ വചനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഫോക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ചാലഞ്ചർ റൈഡിലാണ് ഇരിക്കുന്നത്. കുഞ്ഞുനാളിൽ നമ്മൾ പാർക്കിലൊക്കെ പോയി ഒരുപാട് കളിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെ ഉള്ള പോലത്തെ ആ ഒരു ഓർമ്മ പുതുക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സീറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. കുറേ ഇട്ടിട്ടുണ്ട്. ഈ ചെയർസ് മൊത്തം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെല്ലാവരും ഇങ്ങനെ ഇരിക്കും ആൻഡ് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് അയ്യോ അമ്മോ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നിരുന്നാലും വളരെ എൻജോയിങ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു റൈഡ് തന്നെയാണ്. നമുക്ക് എന്തൊക്കെയാലും അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ശരവണ മിക്സ് സ്പെഷ്യൽ. ശരവണ മിക്സ് സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇവിടെ കുറച്ച് ഫാമിലീസ് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹലോ, ഹായ്. ഹായ്, പേരെന്താണ്? വിനായ്. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. സെയിം തന്നെ ഡ്രാഫ്റ്റ്മാൻ. പേരെന്താണ്? ദിലീപ്. നാട്ടിലെവിടെ? നാട്ടിലെ കൊട്ടാരക്കര. ഹലോ, അവിടെ പേരെന്താ? പേരെന്താ കുഞ്ഞിൻ്റെ പേര്? ആദി. ഓക്കെ. ഹർഷ. ഓക്കെ. മോൻ്റെ പേരെന്താ? അലൻ. ഓക്കെ. ഗിരീഷ് കുമാർ. ഓക്കെ. നാട്ടിലെവിടെ? നാട്ടിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. ഓക്കെ. എത്ര വർഷം ഇപ്പോൾ ഇവിടെ വന്നിട്ട്? 15 വർഷമായിട്ടുള്ളൂ. ഫാമിലി ആയിട്ട്? അതെ. ഓക്കെ. പേരെന്താ? എൻ്റെ പേര് വീണ. ഞാൻ ഡെനാട്ടയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. മോളുടെ പേരെന്താ? ഗായത്രി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? അവറോൺ ഇന്ത്യൻ ലക്ഷ്മി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 6th. ഓക്കെ. അപ്പോൾ ആരാണ് ഇതിനകത്ത് എനിക്കൊരു പാട്ട് പാടി തരുന്നത്? പാടും. The snow glows white on the mountain tonight, not a footprint to be seen. A kingdom of isolation, and it looks like I'm the queen. The wind is howling like the swirling storm inside. Couldn't keep it in, heaven knows I tried. Don't let them in, don't let them see. Be the good God, you always have to be. Conceal, don't feel, don't let them know. ഓക്കെ. നന്നായിട്ട് പാടി. ഒരു നല്ല കൈയ്യടി കൊടുക്കാം അല്ലേ എല്ലാവരും? ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി അല്ലേ? ഒരു ക്ലോക്കിൽ 13 മണി അടിച്ചാൽ അത് എന്തിനുള്ള സമയമാണ്? ക്ലോക്ക് മാറ്റാനുള്ള സമയം. ക്ലോക്ക് മാറ്റാനുള്ള സമയം. സെയിം. ഒറ്റക്കെട്ടാണ്. മോനൊന്നും പറയാറുണ്ടോ? ഉറങ്ങാനുള്ള സമയം. ഓക്കെ. 13 മണി അടിച്ചാൽ അത് എന്തിനുള്ള സമയമാണ്? ഒരു ക്ലോക്കിൽ 13 മണി അടിച്ചാൽ അത് എന്തിനുള്ള സമയമാണ്? ക്ലോക്കിൽ 13 മണി അടിക്കോ? ഇല്ല. നിങ്ങളുടെ കഴിഞ്ഞാൽ 1 അടിക്കും. 1 ആണ് അടിക്കുന്നത്. ആണ്. അപ്പോൾ ഇവർ പറയുന്നത് അപ്പോൾ എന്തിനുള്ള സമയമാണത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓഹോ. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിൽ 13 മണി അടിച്ചാൽ അത് എന്തിനുള്ള സമയമാണ്? ഏകദേശം അടുത്ത് വന്നിരിക്കുകയാണ്. ഒന്നുകൂടി ചിന്തിക്കും. നന്നാക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇവിടെയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല കൈയടി കൊടുക്കുക. ക്ലോക്ക് നന്നാക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഓക്കെ. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു ടങ് ട്വിസ്റ്ററാണ്. നാക്കുളുക്കി. അപ്പം വളരെ സ്പീഡിൽ 5 പ്രാവശ്യം നിർത്താതെ അക്ഷരസ്ഫുടതയോടുകൂടി. നമ്മൾ പ്രവാസികൾ മലയാളം മറക്കാൻ പാടില്ലല്ലോ ഇവിടെ വന്നാലും. തീർച്ചയായിട്ടും. അപ്പോൾ ചമ്പക്കര തങ്കപ്പൻ.
അമ്മാവനാണോ? ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തമ്പക്കൻ തങ്കപ്പൻ തമ്പക്കനല്ല തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ 5 പ്രാവശ്യം. ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ. വാവ്, 5 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്. തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ. വെരി ഗുഡ്. ചമ്പക്കര തങ്കപ്പൻ ചങ്കപ്പര. ഓക്കെ. ചമ്പക്കര ചമ്പക്കര തങ്കപ്പൻ. ചങ്കപ്പര അല്ല, ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ. ഓക്കെ. ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തമ്പക്കൻ. ചങ്കര. ചമ്പക്കര തങ്കപ്പൻ 5 പ്രാവശ്യം. ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ. ഇങ്ങനെ പറയാൻ ആർക്കും പറ്റും, സ്പീഡിൽ ചമ്പക്കര തങ്കപ്പൻ ചങ്കര. ഓക്കെ, അപ്പൊ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇവർക്കാണ്. എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ഒരു തർക്കമില്ലല്ലോ. അപ്പൊ സമ്മാനം വേണ്ടേ? ഓക്കെ. ശരവണ ഫുഡ് ഫാക്ടറീസിൽ നിന്നും വളരെയധികം ഗുണമേന്മയേറിയതും രുചിയേറിയതുമായ ശരവണ ദോശ ഇഡ്ഡലി ഊത്തപ്പം മിക്സാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് നന്നാക്കാനുള്ള സമയമായി എന്ന് റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുന്ന ഇവർക്ക് ശരവണ. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ശരവണ ദോശ ഇഡ്ഡലി. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നു വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും വെമ്പായത്താണ് മക്കളേക്ക് കൊണ്ടുപോവുക. ഓഹോ, പോണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സന്തോഷമായില്ലേ? ശരവണ ദോശ മിക്സിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ലൈഫ് ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ഹെൽത്തിനെ പറ്റി അധികം കെയർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഇടക്കാലത്തായിട്ട് എല്ലാവരും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ഹെൽത്ത് പ്ലസ്. അൽഷിഫ അൽഖലീജി മെഡിക്കൽ സെൻറ്റർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യകരമായ ജീവിതത്തിന് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വസ്തുക്കളുടെ അറിവ് അനിവാര്യമാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ പുത്തൻ അറിവുകളും അടിസ്ഥാന വസ്തുക്കളും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു അൽഷിഫ അൽഖലീജി മെഡിക്കൽ സെൻറ്ററിലെ പ്രശസ്ത ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ഇജാസ് ഖാദർ. ഡോക്ടർ ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, സാധാരണ കേൾക്കാറുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന്. എന്താണ് ഇതൊന്ന് വിശദീകരിക്കാമോ? ഇതും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും പുറംവേദനയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ ഒരു കോമൺ പ്രോബ്ലമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പല കാരണങ്ങളുണ്ട്. പലവർക്കും ഇതിനെപ്പറ്റി പല ധാരണകളുമുണ്ട്, പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലിയർ ചെയ്യാനുള്ള കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു തരം വിറ്റമിൻ അല്ലെങ്കിൽ പലരും ഹോർമോൺ എന്നും പറയും. ബിക്കോസ് ഇത് നമ്മുടെ ബോഡിയിലും കുറച്ച് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് മെയിൻലി നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയാലും പിന്നെ ഒരു വലിയൊരു ശതമാനം നമുക്ക് സൺലൈറ്റിൽ കൂടെ നമ്മുടെ സ്കിന്ന് വഴി നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന കാരണം മെയിൻലി ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഇപ്പോൾ ആക്ടിവിറ്റി ആയാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും വളരെയധികം വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല. പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും ഇത് മിക്കപ്പോഴും ഈവനിങ് ടൈംസിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതൽ വ്യാപകമായി കാണാറുണ്ട്. കൂടാണ്ട് ഇപ്പോൾ നമുക്ക് ഡയഗ്നോസിസ് ലാബ് ടെസ്റ്റ് ആയാലും അതിനെ പറ്റി അവയർനെസ് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു, കൂടുതൽ ആൾക്കാരെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് പണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ലാതെന്ന് പറയാൻ പറ്റില്ല. പണ്ടും ഇതുപോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ കാണുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് എന്താ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് ചോദിച്ചാൽ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തമായ സിംറ്റംസ് ഒന്നും കാണപ്പെടില്ല. ചിലപ്പോൾ ഒരു വേഗ് പെയിൻസ് ആയിട്ട് ഒരാൾ വരിക, ബോഡി പെയിനോ അല്ലെങ്കിൽ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ചിലർ മുടി കൊഴിച്ചിൽ എന്ന് പറയും, ചിലർക്ക് ബോഡി പെയിൻസ്, ജോയിൻറ്റ് പെയിൻസ്, ബാക്ക് പെയിനും പലരും പറയാറുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവർക്കും ഉണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഉണ്ടാവും. മെയിൻലി മിഡിൽ ഏജ് വുമൻ അല്ലെങ്കിൽ എൽഡർലി ലേഡീസാണ് കൂടുതൽ കാണുന്നത്. വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ
പല മിനറൽസും ഉണ്ട്, കാൽഷ്യം, മാഗ്നീഷ്യം, സിങ്ക്. അതിൻ്റെ അബ്സോർപ്ഷനിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കുറവുണ്ട്, ഈ അബ്സോർപ്ഷൻ കുറയുന്നുണ്ട്. നമ്മുടെ ബോണിൽ ആദ്യം ബാധിക്കുക, ബോണിൽ വീക്ക്നെസ് ഉണ്ടാവും, അതായത് ബോൺ സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് ഈ ബോഡി പെയിനും വീക്ക്നെസ്സും വരുന്നത്. പലപ്പോഴും വരാറുണ്ട്, പല റെഗുലർ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ഇത് ബോഡി ജോയിൻസും മസിൽസും വീക്ക്നെസ് കാരണമാണ്. ഇതും ഒരു വിറ്റമിൻ ഡി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ബാക്ക് പെയിൻ പലരും പറയണം, പക്ഷേ അത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ബാക്ക് പെയിന് വേറെ കുറേ കാരണങ്ങളുണ്ട്, വൈറ്റമിൻ ഡി മാത്രമല്ല. അപ്പോൾ വൈറ്റമിൻ ഡി മാത്രം ചികിത്സിച്ചുകൊണ്ട് ബാക്ക് പെയിൻ മാറില്ല. അത് പലർക്കും അത് ഒരു മിസ്കൺസെപ്ഷനാണ്. അതുകൊണ്ട് അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വൈറ്റമിൻ ഡി കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ ഫിഷ്, കോഡ് ലിവർ ഓയിൽ, മഷ്റൂംസ്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. പിന്നെ മിൽക്ക്, ഡയറി പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് മെയിൻ വൈറ്റമിൻ ഡിയുടെ സോഴ്സസ്. അപ്പോൾ ഇത് ധാരാളം കഴിച്ചാൽ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് സപ്ലിമെൻ്റായിട്ട് കിട്ടും. ഇൻ അഡീഷൻ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് സപ്ലിമെൻറ്റ്സ് ഒരു ടാബ്ലറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രോപ്സ് ആയിട്ടോ കിട്ടും. അതും എടുക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലൈഫ് സ്റ്റൈൽസിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബട്ട് പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതായിരിക്കും അഡ്വൈസബിൾ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ചിലർ ചോദിക്കും. മെയിൻലി ഫ്രാക്ചറിൻ്റെ ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മുടെ ബോഡീൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം, ഇമ്മ്യൂണിറ്റി, അതിന് ചെറിയ കുറവ് വരും. അപ്പോൾ ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്. കൂടാണ്ട് ഇപ്പോൾ പല റിസർച്ചിലും പറയുന്നുണ്ട് നമ്മുടെ ഡയബറ്റീസ് ആയാലും ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട്, ലിവർ, കിഡ്നി, എല്ലാത്തിനും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൊടുക്കുന്നതും പറയപ്പെടുന്നുണ്ട്. എന്നായാലും വൈറ്റമിൻ ഡി ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി റെഗുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ല തന്നെയാണ്, എസ്പെഷ്യലി ഫോർ ലേഡീസ് ആൻഡ് എൽഡർലി പീപ്പിൾ. കുട്ടികളായാലും അത് ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ നമ്മുടെ മെയിൻലി നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുക, നമ്മുടെ ഡയറ്റിൽ ഈ നേരത്തെ പറഞ്ഞ ഡയറി പ്രൊഡക്ട്സും ഫ്രൂട്ട് വെജിറ്റബിൾസും കൂട്ടുക. ആൻഡ് എക്സസൈസ് ആയിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു വാക്കിങ്ങോ ജോഗിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം. കേക്ക് ഗാലറി ഫോക്കസ്. Fatima, hypermarket, supermarket, department stores. Shop a while, share a smile. Jingo, 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 you're happy landani. Adam, chadam, udam, vada, happy landani. Kuchalatti kulikkan vada, unaladi parakam, karu cheeri payam, nammude happy land kalikam. Random happy land. Happy Land Amusement Park, തിരുവനന്തപുരം. അൽഷിഫ അൽ ഖലീജി മെഡിക്കൽ സെന്റർ, ക്ലോക്ക് ടവർ, ഡേറ, ദുബായ്. Our departments: general medicine, internal medicine, gynecology, orthopedics, dental and pediatrics. Al-Shifa Al-Khaliji Medical Center, Clock Tower, Dera, Dubai. Call 0429407786. Website www.alshifaalkhaliji.com. 10 മണിക്കൂർ. ഇനി 8 മണിക്കൂർ. കാത്തിരിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ശരവണ പൊട്ടിക്ക ഒഴിക്ക. സ്വാതേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. Quality without compromise. Dr. Sunny Healthcare Group, Sharjah, UAE. Departments: Pediatrics, Cardiology, Neurology, Internal Medicine, Gynecology, ENT, Orthopedics and Dermatology. Dr. Sunny Healthcare Group, Sharjah, UAE. Our branches: Shaba, Rola, Al Nada, Al Majaz and Buhaira. താഹ മെഡിക്കൽ സെന്റർ, അബുദാബി. എപ്പോഴും നിങ്ങളോടൊപ്പം, ഒരു കുടുംബത്തെ പോലെ. താഹ മെഡിക്കൽ സെന്റർ, പാസ്പോർട്ട് റോഡ്, അബുദാബി. കേക്ക് ഗാലറി ഫോക്കസ്. ഞാനിപ്പോൾ ചലഞ്ചർ റൈഡിൻ്റെ ആൾക്കാർക്ക് അനുവദനീയമല്ലാത്ത ഒരു സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ശരിക്കും ഇതിപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ ആരും വന്നിട്ടില്ല ഇതേപോലെ കയറി ഇരിക്കരുത് എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. എന്തൊക്കെയാലും നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. ബ്യൂട്ടി ടിപ്സ്. സ്കൈമീൻ ബ്യൂട്ടി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ആരാണ് സുന്ദരിയാവാൻ ആഗ്രഹിക്കാത്തത്? പാർട്ടി മേക്കപ്പാണ് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കുന്നു സ്കൈമീൻ ബ്യൂട്ടി പാർലറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുമായ മിസ്സിസ് ശാന്തി റിബു.
ഹായ് ശാന്തി മാം. ഹലോ. ഹായ്. അപ്പോൾ ഇന്ന് പാർട്ടി മേക്കപ്പ് ആണ് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിൽ കാണിക്കുന്നത് അല്ലേ? സാധാരണ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഡേ മേക്കപ്പ് ഉണ്ട്, ഈവനിങ് മേക്കപ്പ് ഉണ്ട്, പാർട്ടി മേക്കപ്പ് ഉണ്ട്. പാർട്ടി മേക്കപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും അല്ലേ? ഇല്ല, പാർട്ടി മേക്കപ്പ് ആണെങ്കിൽ അവർക്ക് എങ്ങനെ വേണോ അങ്ങനെ കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലെൻസിങ് തന്നെയാണോ പ്രോഡക്റ്റ്? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് തന്നെയാണ്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ക്ലെൻസിങ് ലോഷൻ ഉപയോഗിച്ചിട്ട്, അത് ക്ലെൻസിങ് മിൽക്ക് അല്ലേ ഉപയോഗിച്ചിട്ട് നന്നായിട്ട്, ക്ലെൻസിങ് മിൽക്ക് ഇല്ലെങ്കിൽ ഫേസ് വാഷ് ഇതിലേതെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. അതൊരു മസാജ് കൊടുത്താണ് ക്ലീൻ ചെയ്യുന്നത്. സ്കിൻ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ജസ്റ്റ് ഒരു ഫേസിനെ ഇങ്ങനെ ചെയ്ത് വിട്ടാൽ മതി. പിന്നെ സ്കിൻ ഓപ്പൺ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആയി പോകും. അടുത്തത് കൺസീലർ. പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ ആണ് ഇനി അടുത്തത്. ഫസ്റ്റ് കൺസീലർ ആണ് കൊടുക്കുന്നത്. കൺസീലർ എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ മിഡ് ഏജ് അവർക്ക് ഒരു ഡൗണിലെല്ലാം കറുത്തിട്ട് ഇതുണ്ടാവും. പിന്നെ ആന്റി ഏജിങ് അവർക്ക് ഈ കൺസീലർ ഇതൊന്ന് മാറിയിട്ട് ഫ്രഷ് ആയിട്ട് പോകും. ഫസ്റ്റ് അപ്പോൾ ഈ ആൾക്ക് അത്ര കൺസീലർ ഒന്നും ഇതില്ല, ഡൗണിൽ വേണമെങ്കിൽ കുറച്ചിടാം. ഓക്കെ, ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറി ഇത് ഫ്രഷ് ആയിട്ട് കഴിഞ്ഞിട്ട് കൺസീലർ പാടുകളുണ്ടെങ്കിൽ അതെല്ലാം ഹൈഡ് ചെയ്യും. അങ്ങനെ ആവശ്യമുള്ളവർക്ക്, ഇവിടെ ഇത് അധികം ആവശ്യമില്ല, അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലേ? ഓരോ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൺസീലർ നന്നായിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. എല്ലായിടത്തും ഒരേപോലെ ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ? അത് നെക്കിലായാലും ഇടുമ്പോൾ ഒരേപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. ನಾನು ഇപ്പോൾ പാർട്ടി മേക്കപ്പ് എമർജൻസി ഇപ്പോൾ പോവാൻ ഇപ്പോൾ അത് സമയമില്ലാണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്. സ്പ്രേ ചെയ്യാം. അത് വിത്ത് സ്പ്രേയില് ഫൗണ്ടേഷൻ കിട്ടും. അപ്പോൾ ഇത് കൈലോണിൽ ഇത് കിട്ടും ഈ സാധനം. ഇങ്ങനെ ഈ സ്പ്രേ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ്? മീൻസ് എല്ലായിടത്തും ഒരേപോലെ അങ്ങനെ എന്തെങ്കിലും? ഒരേപോലെ ആവും. പിന്നെ വളരെ ഈസിയാണ് അപ്ലൈയിങ്. ഓക്കെ, ഇതാക്കണ്ട ഫുള്ള് ക്ലിയർ ആയിട്ട് കവർ ആവും. ഇതാക്കണ്ട. എത്ര നാളായി ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട്? ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്? മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് മിഷൻ യൂസ് ചെയ്യാം. കൈ വേണ്ട. ഹെയർ ഗൺ എന്ന് പറയും. ഹെയർ ഗൺ. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് സ്കിൻ കളറാണ്. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ ഇട്ട പോലെ അറിയത്തില്ല. ഓക്കെ, അത് നന്നായിട്ട് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് നെക്കിലും അപ്പോൾ നല്ല ഒരു ഫുള്ള് സ്കിൻ ടോൺ നല്ല ക്ലിയർ ആയിട്ട് വന്ന് കറക്റ്റ് സ്കിൻ ടോണിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നല്ല ഫെയർ ആയിട്ടുള്ളൊരു കുട്ടി ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല വളരെ മോഡേൺ പുതിയതാണ് സ്പ്രേ. ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണാണ് സ്പ്രേ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നെക്സ്റ്റ് ഇത് പൗഡറാണ്. ഇതിൽ എല്ലാ സ്കിന്ന്, വൈറ്റ് സ്കിന്ന്, മീഡിയം സ്കിന്ന്, ഡാർക്ക് സ്കിന്ന്, ഫെയർ സ്കിൻ. ഓക്കെ, 4 ടോണുകളിലുള്ള പൗഡറുകൾ, കോമ്പാക്ട് പൗഡർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഫെയർ സ്കിൻ ആയതുകൊണ്ട് ഫെയർ ആയിട്ടുള്ള സെയിം കളറിൽ നമ്മൾ ഇത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു മേക്കപ്പ് അല്ലേ? കറക്റ്റ് ആവാനായിട്ട് അതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഐ മേക്കപ്പിലേക്ക് പോവാം. നമ്മൾ കോമ്പാക്റ്റ് കൊടുത്തു, ഇനി നെക്സ്റ്റ് ഐ മേക്കപ്പ് ആണ് വരുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു നേവി ബ്ലൂ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ നേവി ബ്ലൂ ഇട്ടിട്ട് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഐ ഷാഡോസ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഐ ഷാഡോ. ഐ ഷാഡ് ഇടുന്ന സമയത്തിൽ ജസ്റ്റ് കോർണറാണ് നമ്മൾ ആ ഷെയ്ഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫുള്ളിട്ട് അത്ര ഭംഗി കാണത്തില്ല. ഇപ്പോൾ ഞാൻ 2 കളറിൽ ഐ ഷാഡ് ഇട്ട് കാണിക്കാം. ഇപ്പോൾ ആദ്യം ബ്ലൂ കളറിലെ ഐ ഷാഡോ നമ്മൾ കോർണറിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സെൻറ്ററിലായിട്ട് വേറെ കളർ അല്ലേ? 2 കളറാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഗ്രേ കളർ കോമ്പിനേഷൻ. ബ്ലൂ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. ഗ്രേ എന്ന് പറയാനല്ല, ഒരു സിൽവർ കളർ. സിൽവർ ഏത് കളറിൻ്റെ ഒപ്പം നമുക്ക് അങ്ങനെ എല്ലാ ഇതിനും ചേരും, അത് മാച്ച് ആവും. നെക്സ്റ്റ് ഒത്തിരി ഈ ഐബ്രോ ഇതിൽ ഡൗണിൽ ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് ഐബ്രോസിന് ഒരു ഇത് ചെയ്യാം.
ഐ മേക്കപ്പ് ഐ ഷാഡോ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇപ്പോൾ നോസ് വേണമെങ്കിൽ നമ്മൾ ഷേപ്പ് കൊടുക്കാം. ഇയാളത് നല്ല നോസ് ഷേപ്പാണ്. പിന്നെ ഒരു എടുത്ത് ഒരു ഷാർപ്പ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് കൊടുത്താൽ മതി. ഇവിടെ പാർട്ടി മേക്കപ്പിന് അങ്ങനെ കസ്റ്റമേഴ്സ് വരാറുണ്ടോ? വരാറുണ്ട്. ബ്രൈഡൽ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ്, പിന്നെ സ്റ്റേജ് മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ. ഇനി നമ്മൾ ലിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലിപ്പ് ലൈനർ നന്നായിട്ട് ലിപ്പിന് ഷേപ്പ് ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുക. ഫെയർ ആയതുകൊണ്ട് പിങ്ക് കളറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഐ മേക്കപ്പിലേക്ക് മസ്കാര ലാസ്റ്റ് സ്റ്റേജിൽ അല്ലേ മസ്കാര അപ്ലൈ ചെയ്യും. പാർട്ടി മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ വളരെ ആർക്കാണെങ്കിലും അസൂയ തോന്നുന്ന രീതിയിൽ ഒരു വെസ്റ്റേൺ ലുക്കൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു മേക്കപ്പ് ആയിരുന്നു. ഹാപ്പി ലാൻഡിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ ഒന്നും തീരുന്നില്ല. എന്തൊക്കെയാണ് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് ഇപ്പോൾ പേഴ്സണാലിറ്റീസ്. ഗ്രേറ്റ് പേഴ്സണാലിറ്റി സെഗ്മെൻറ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഫോക്കസിൻ്റെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി സെഗ്മെൻറ്റിൽ ഇന്ന് നമുക്ക് അതിഥിയായി തിരിക്കുന്നത് സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറിയുടെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ റിയാസ് പൂവത്തുങ്കലാണ്. വളരെ ചെറുപ്പത്തിലേ തന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന് അതിൽ നിന്ന് നേടിയ അനുഭവ പരിചയ സമ്പത്ത് അദ്ദേഹത്തെ പിൽക്കാലത്ത് നല്ലൊരു ബിസിനസ്സുകാരനാക്കി മാറ്റി. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറി അല്ലേ, അറബിക് സ്വീറ്റ്സിനെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാലറിയാണ്. അപ്പോൾ യു എയിൽ ഇങ്ങനെയൊരു സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറി തുടങ്ങാനിടയായ സാഹചര്യം, അതുപോലെ ഇതിൻ്റെ ആക്ടിവിറ്റീസ്, മറ്റ് സ്വീറ്റ് ഷോപ്പിൽ നിന്നുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഒന്ന് വിശദീകരിക്കാമോ? കൂടുതലായും അറബികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് നടക്കുന്നത്. മെയിനായിട്ട് കേക്കും പിന്നെ അറബികളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ആണ് ഇവിടെ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേക്കിൻ്റെ ഒക്കേഷണൽ ആയിട്ടുള്ള ബർത്ത്ഡേ കേക്ക്സ്, ഗിഫ്റ്റ്, കിഡ്സ് കേക്ക് എന്നീ ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ മോഡലുകളും ഉണ്ടാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക, അവർ തരുന്ന ഡിസൈന് ചെയ്തു കൊടുക്കുക. അതാണിപ്പോൾ മെയിനായിട്ട് ബേക്കറിയിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്ക് ആൻഡ് സ്വീറ്റ് ഗാലറിയിൽ 40 സ്റ്റാഫ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ കൂടുതലായും മലയാളീസാണ്. അതുകൂടാതെ ശ്രീലങ്ക, പാകിസ്ഥാനി, ബംഗാളി, ഫിലിപ്പീൻസ് മിക്സ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. മറ്റുള്ള ബേക്കറികളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡാണിപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹോം മെയ്ഡായിട്ടുള്ള ഫുഡാണ്. വീട്ടുകളിലുള്ള അറബികൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ ഏകദേശം ഒരു 400 മോഡൽ കേക്കുകൾ അതിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് ആൻഡ് സ്വീറ്റ് ഗാലറി ഇപ്പോൾ ഷഹാമയിലും ബനിയാസിലും അബുദാബിയിലും മഫ്രക്കിലും 5 കടകളായിട്ട് 300 തരത്തിലുള്ള വെറൈറ്റി കേക്കുകൾ അതിൽ ഉണ്ട്. കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് അവർ ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഡെലിവറി ചെയ്തു കൊടുക്കുന്നത്. കേക്ക് ഗാലറി ഫോക്കസ്. പുതിയൊരു പുലരിയിലുണരൂ, പുതുമകളടിമുടി അണിയും, വരുന്നിതാ തരംഗമായി എന്നും ഇതുവരെ കാണാത്ത മാസ്മര ലോകം. ഔത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, പരിശുദ്ധം നിങ്ങളുടെ സ്നേഹം പോലെ. താഹ മെഡിക്കൽ സെന്റർ അബുദാബി, എപ്പോഴും നിങ്ങളോടൊപ്പം ഒരു കുടുംബത്തെ പോലെ. താഹ മെഡിക്കൽ സെന്റർ, പാസ്പോർട്ട് റോഡ്, അബുദാബി. പാനൂർ റെസ്റ്റോറന്റ് 32 വർഷത്തെ അറബി നാടിന്റെ അഭിമാനവും പ്രവാസികളുടെ ഇഷ്ടഭോജനശാലയുമായ പാനൂർ റെസ്റ്റോറന്റ്, എ ഹോം അവേ ഫ്രം ഹോം. പാനൂർ റെസ്റ്റോറന്റ്, അജ്മാൻ, ക്യൂസേസ്, അൽനാദ, ഷാർജ. കേക്ക് ഗാലറി, എയർപോർട്ട് റോഡ്, അബുദാബി. Cake Gallery, Airport Road, Abu Dhabi. Phone 0244699495. Sweet and Cake Gallery, Ajman, UAE.
Hypermarket, department stores. Shop a while, share a smile. Cake Gallery Focus. ഹാപ്പി ലാൻഡ് ഫൺ ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട് ഫൺ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്, ഞങ്ങൾ അഗാധമായി ചിന്തിച്ചിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ജാട കാണിച്ച് നിൽക്കുകയാണ്. നമുക്ക് പരിചയപ്പെടാം, ഇടിച്ചു കയറത്തിൻ്റെ പരിചയപ്പെടാം. പേര് കണ്ണൻ. കണ്ണൻ എന്ത് ചെയ്യുന്നു? കണ്ണൻ ഞാൻ പഠിക്കുന്നു. സ്റ്റഡൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. ഏത് സ്കൂളിലാണ്? ഞാൻ ഇവിടെ നെടുമങ്ങാട്. സ്കൂളിൽ അലൗഡാണോ സ്റ്റഡൊക്കെ? ഞങ്ങൾ അലൗഡാക്കി അല്ലേ? ഏത് സ്റ്റാൻഡേർഡാ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഡിഗ്രി ഫസ്റ്റ് ഇയറോ? ഞാൻ വെച്ചത് സ്കൂളിൽ പഠിക്കുന്ന കരുതി കേട്ടോ. കോളേജിലാണല്ലേ? ഓക്കെ. ഞാൻ ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. എന്താണ്? ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. പേര് ശംഭു. പേര് അനു. ഹാർഡ്വെയർ പഠിക്കുന്നു നെടുമങ്ങാട്. ഇവർ ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, വലിയ പുലികളാണ്. അടുത്താണ് ഞാൻ നിതീഷ്, പ്ലസ് 2 കഴിഞ്ഞ് മൊബൈൽ ടെക്നീഷ്യൻ പഠിക്കുന്നു. നിതീഷാണ് ഇച്ചിരി ചെറുതാന്ന് തോന്നുന്നല്ലേ? പ്ലസ് 2 കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പഠിക്കുന്നു. ഓക്കെ. സച്ചു പ്ലസ് 2 കഴിഞ്ഞ് നിൽക്കുന്നു. പോണില്ല, ഞാൻ പഠിക്കാൻ പോവില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി സച്ചു നിൽക്കുകയാണ്. എന്താണ് ഇവിടെ ഇന്ന് ഹാങ് ഔട്ട് ചെയ്യാണെന്ന് തീരുമാനിച്ചതിന്റെ കാരണം? എല്ലാവരും ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ചുറ്റി കറങ്ങാമെന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പൊ എന്തൊക്കെയാലും ഇവരെ കൊണ്ട് നമുക്ക് പാട്ട് പാടിപ്പിക്കാം അല്ലേ? ഓമനപ്പുഴക്കടപ്പുറത്തെ ഓമനെ പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്നിങ്ങനെ ഇങ്ങനെ ഓമനപ്പുഴക്കടപ്പുറത്തെ ഓമനെ പൊന്നോമനെ. വേറെ ആൾക്കാരൊന്നും ഇല്ല കൈയടിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ കൈയടിച്ചോ. അവർ തന്നെ പാടി അവർ തന്നെ കൈയടിച്ചിരിക്കുകയാണ്, വിസിൽ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫൺ ടൈമിലേക്ക് കിടക്കാം. അപ്പോൾ ഫൺ ടൈമിലേക്കുള്ള ചോദ്യത്തിന് വേണ്ടി ഇവരും കാത്തിരിക്കുകയാണ്, നിങ്ങളും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യം ഇതാണ്: പീകോക്ക് രാത്രിയിലാണോ പകലാണോ മുട്ടയിടുന്നത്? രാത്രി. രാത്രി. ഓക്കെ. രാത്രി. രാത്രി ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രാവിലെ. രാവിലെ അവർക്കെതിരെ ഇല്ല, മുട്ടയിടാറില്ല. പകലാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു മുട്ട ഇടാറില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ പീകോക്ക് മുട്ട ഇടാത്ത കാരണം എന്താ? അയ്യോ, ഇവന്താ പറയുന്നത്? പെൺമയിൽ മുട്ടയിടാറുണ്ട്. പെൺമയിൽ മുട്ടയിടാറുണ്ട്. പീകോക്ക് ആൺമയിലല്ലേ എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തിരിച്ചു ചോദിച്ചതിന് കൺഗ്രാജുലേഷൻ, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കറക്റ്റ് ആൻസർ അല്ല പറഞ്ഞത്, അതുകൊണ്ട് കയ്യില്ല. സാരില്ല, എന്തൊക്കെയല്ലോ നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുക്കാം. ശരി ഉത്തരം പറഞ്ഞ ആൾക്ക് തന്നെ നമുക്ക് ആദ്യം സമ്മാനം നൽകാം. ഹാപ്പി ലാൻഡ് നൽകുന്ന നല്ലൊരു ഡിസ്കൗണ്ട് കൂപ്പൺ. കൈ അടിക്കുക, ഇവിടെ ഒരാൾ മാത്രമേ കൈ അടിച്ചോളൂ. അപ്പോൾ സമ്മാനമൊക്കെ കിട്ടി ഇവർ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫൺ ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. ഞാൻ റൈഡിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്, സ്മാഷ് എന്നുള്ള റൈഡിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? കൂടാതെ നമ്മുടെ സെഗ്മെൻറ്റ്സും അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. focus123@gmail.com. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ദിസ് ഈസ് പ്രതാപദീപ് സൈനിങ് ഔട്ട്. Cake Gallery Focus. This program was sponsored by ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. Powered by Fatima, Hypermarket, Supermarket, department stores. in association with ഔത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, പരിശുദ്ധം നിങ്ങളുടെ സ്നേഹം പോലെ. Al Shifa Al Khaliji Medical Center, Clock Tower, Dera, Dubai. സ്വാതേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. Cake Gallery, Airport Road, Abu Dhabi. Sweet and Cake Gallery, Ajman, UAE. Dr. Sunny Healthcare Group, Sharjah, UAE. പാനൂർ റെസ്റ്റോറന്റ്, അജ്മാൻ, ക്യൂസേസ്, അൽനാദ, ഷാർജ. താഹ മെഡിക്കൽ സെന്റർ, പാസ്പോർട്ട് റോഡ്, അബുദാബി.